നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇക്കാലത്ത് ആരെങ്കിലും ഓഫീസിലോ ചായക്കടയിലോ ഇരിക്കുമ്പോൾ അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാകും. ഇവർ ആവർത്തിച്ച് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുന്നു. അവരുടെ ശ്രദ്ധ പൂർണ്ണമായും ഫോണിലാണ്. ഒരുപക്ഷെ അവർ ഇടയ്ക്കിടെ ചിരിക്കും. എന്താണ് കാര്യം? റീൽസിനോടുള്ള ഭ്രാന്താണിത്. ഇൻസ്റ്റഗ്രാമും യൂട്യൂബും റീൽസും ഷോർട്സും നിറഞ്ഞ ലോകമായിരിക്കുന്നു ഇന്ന്. ചിലർക്ക് റീൽസ് നിർമ്മിക്കാനുള്ള ഭ്രാന്താണ്. അത് അവരുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്നു. ചില ആളുകളുടെ ഫോളോവേഴ്സിനെ ഇതിലൂടെ കൂട്ടുന്നു. സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. പലരും ഇതിലൂടെ ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്നുണ്ട്. അത് മറ്റൊരു കാര്യം. വ്യത്യസ്തമായ കണ്ടന്റുകൾ നൽകാനുള്ള ശ്രമത്തിൽ ഒരു വിഭാഗം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. പലതരത്തിലുള്ള കണ്ടന്റുകൾ ഇന്നുണ്ട്. ഇത് കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും പ്രചോദനമാകുകയും ചെയ്യുന്നു. ഇന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു നേരം പോക്കിനായിട്ട് പല കോമഡികളൊക്കെ തന്നെ മിക്സ് ചെയ്തിട്ടുള്ള കണ്ടന്റുകളുണ്ട്. ചിലർ പല ഇൻഫർമേഷനും ആളുകൾക്ക് തരാൻ വേണ്ടിയിട്ട്, അതായത് ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് റെസിപ്പി, അങ്ങനെ അത്തരത്തിൽ പല കാര്യങ്ങൾ, ഡ്രസ്സുകളുടെ, അങ്ങനെ പലതരത്തിലുള്ള കണ്ടന്റുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ലഭിക്കുന്നത്. ആളുകൾക്കൊക്കെ സമയം പോകാൻ ഏറ്റവും നല്ല ഒരു വഴിയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇത് വളരെ അപകടം നിറഞ്ഞതാകുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ആളുകൾ ഇതിലോട്ട് ഒരുപാട് സമയം ചിലവഴിക്കുന്നു. ഇതിൽ കാണുന്ന കണ്ടന്റുകളാണ് റിയൽ ലൈഫും എന്ന് ചിന്തിച്ച് ഒരു ഫാൻറ്റസി വേൾഡിൽ ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഇതൊക്കെ ആരോ എവിടെയോ ഇരുന്ന് അയാളുടെ തലയിൽ ഉദിക്കുന്ന കണ്ടന്റുകൾ ചെയ്യുമ്പോൾ മറ്റപ്പുറത്തിരുന്ന് ഈ കാണുന്നയാൾ വിചാരിക്കുന്നത്, ഇതാണ് ലോകം, എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് ഞാൻ അതുപോലെ ആകുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഡിപ്രഷൻ അടിച്ചിരിക്കുന്നവരുമുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇത്തരത്തിൽ റീൽസ് ചിത്രീകരിക്കാനായിട്ട് സ്വന്തം ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായിട്ടുള്ള ആളുകളുണ്ട്. ഏതായാലും ഇപ്പോൾ പലതരത്തിലുള്ള ഇത്തരത്തിൽ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇന്ന് വന്നിട്ടുള്ളതും അത്തരത്തിൽ ഒരു റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ 27കാരിക്ക് ദാരുണ മരണം സംഭവിച്ചിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ ബാധ ജില്ലയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. മോഹിനി എന്ന 27 വയസ്സുള്ള യുവതിയാണ് മരിച്ചിരിക്കുന്നത്. റീൽസിൻ്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ തൂങ്ങി മരിക്കുന്ന ഒരു ചിത്രീകരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീക്രിയേഷൻ പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആളുകളെ പറ്റിക്കാനായിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു റീൽ എന്നുള്ളത് ചിത്രീകരിക്കുകയായിരുന്നു. അതിനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. കഴുത്തിൽ കയറിട്ട് സ്റ്റൂളിൽ മുകളിൽ കയറി നിന്ന് വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു. പക്ഷേ അബദ്ധത്തിൽ കാൽ വഴുതുകയും യുവതി നിമിഷങ്ങൾക്കുള്ളിൽ ആ കുരുക്ക് യുവതിയുടെ കഴുത്തിൽ മുറുകുകയുമായിരുന്നു. യുവതി മരണപ്പെടുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഒരു നിമിഷത്തെ ഒരു ചെറിയൊരു അശ്രദ്ധ മൂലമാണ് ഈ യുവതിക്ക് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇത്തരത്തിൽ തൂങ്ങി മരണത്തിൻ്റെ വെറുതെ ഒരു കണ്ടന്റ് ആക്കി ഇടാൻ മാത്രമുള്ള ഒരു സാധനം, ഒരു വെറും 30 സെക്കൻഡിൻ്റെ 1 മിനിറ്റിൻ്റെ ഒരു സാധനം, അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വന്തം റിസ്ക് എന്ന് പറയുന്നത് ഇവിടെ സ്വന്തം ജീവനാണ്. ആ റിസ്കിൽ കയറി ഇത്തരത്തിൽ കഴുത്തിലൂടെയൊക്കെ തന്നെ കുരുക്കിട്ട് നിൽക്കുന്നു. പക്ഷേ അബദ്ധത്തിൽ കാൽ വഴുതി വീണ് കുരുക്ക് മുറുകി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ യുവതി, 27 വയസ്സ് മാത്രമുള്ള യുവതി മരിക്കുന്നത്. ഇതിനിടെ മുറിക്കകത്തേക്ക് വന്ന മോഹിനിയുടെ 4 വയസ്സുകാരിയായ കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് വിവരം പുറത്തേക്ക് അറിഞ്ഞത്. ഒരു പക്ഷേ ആ കുഞ്ഞ് കുറച്ചുകൂടി സമയം കഴിഞ്ഞായിരിക്കാം മുറിയിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു. ബഹളം കേട്ട് അയൽക്കാരും ഓടിയെത്തിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തുടർന്ന് അയൽക്കാർ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുകയും ചെയ്തിരിക്കുകയാണ്. റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ അബദ്ധത്തിൽ മരണം സംഭവിച്ചെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അതിദാരുണം എന്ന് തന്നെ നമുക്കും പറയാൻ സാധിക്കുള്ളൂ. കാരണം കുറച്ച് നേരത്തെ കുറച്ച് ആളുകളെ ഫോളോവേഴ്സായിട്ട് കിട്ടാൻ, അല്ലെങ്കിൽ കുറച്ച് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പല ജീവൻ അപകടത്തിൽ നിറഞ്ഞിട്ടുള്ള ഇത്തരത്തിൽ ചിത്രീകരണങ്ങൾ നടത്തുന്നത് ദയവ് ചെയ്ത് എല്ലാവരും അവസാനിപ്പിക്കേണ്ടതാണ്. ഇന്ന് ഇത് മാത്രമല്ല, കുന്നുകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്ത് അവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്യുന്നവരുണ്ട്. റെയിൽവേ ട്രാക്കുകളും ഇന്ന് യുവാക്കളുടെ ഒരു റീൽസ് സ്പോട്ടുകളാണ്. പല റീൽസും കാണുമ്പോഴും മനസ്സിലാവും. പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ട്, പക്ഷേ കേരളത്തിൽ പൊതുവെ കുറവാണെന്ന് പറയാം. ഈ റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ നിന്നിട്ടുള്ള ഡാൻസുകളും ട്രെയിനിനുള്ളിൽ നിന്നുള്ള ഡാൻസുകളൊക്കെ തന്നെ കാണുന്നുണ്ട്. ദിവസവും ട്രെയിനുകൾ ഓടുന്ന ട്രാക്കുകളിൽ ആളുകൾ വീഡിയോ ചെയ്യുന്നു. സൂറത്തിലെ സച്ചിൻ റെയിൽവേ സ്റ്റേഷന് സമീപം ഒരു ചുവന്ന വസ്ത്രം ധരിച്ച യുവതി പാട്ടിന് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ വൈറലായി മാറിയിരുന്നു. അതിവേഗം എക്സ്പ്രസ് ട്രെയിനുകൾ രാവും പകലും കടന്നു പോകുന്ന ട്രാക്കാണിത്.
വീഡിയോ ചെയ്യുമ്പോൾ ട്രെയിൻ വന്നിരുന്നുവെങ്കിൽ യുവതിയെ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. അടുത്തിടെ രാജ്കോട്ടിലും വന്ദേ ഭാരത് ട്രെയിനിനൊപ്പം സെൽഫി എടുക്കുന്നതിനിടെ 3 പേരെ ട്രെയിൻ ഇടിക്കുകയും ഇതിൽ 2 പേർ മരിക്കുകയും ചെയ്ത അതിദാരുണ സംഭവം അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. റെയിൽവേ ട്രാക്കിലെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നിരവധി പേർ ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് എതിർപ്പുമായി രംഗത്തെത്തി. അപകടകരമായ റീലുകളെക്കുറിച്ച് മുന്നറിയിപ്പും നൽകി. പക്ഷേ യുവതി തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരോടും മാപ്പ് ചോദിക്കുകയും ചെയ്തു. ആ മാപ്പ് ചോദിച്ച് പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ പേര് നേഹ, സച്ചിൻ സ്റ്റേഷനിൽ വെച്ചാണ് വീഡിയോ എടുത്തത്. റെയിൽവേ ട്രാക്കിൽ റീൽ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് അറിയില്ലായിരുന്നു. നിയമ നടപടിയും ഉണ്ടായി. ഇനി ആരും ട്രാക്കിൽ വീഡിയോ ചെയ്യരുത്, ഞാൻ തെറ്റ് ചെയ്തു, ക്ഷമ ചോദിക്കുന്നെന്നാണ് യുവതി വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സൂറത്ത് റെയിൽവേ നേഹയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. റെയിൽവേ നിയമപ്രകാരം ട്രാക്കിൽ അതിക്രമിച്ച് കടക്കുന്നതും വീഡിയോ ചിത്രീകരിക്കുന്നതും കുറ്റകരമാണ്. റെയിൽവേ നിയമത്തിലെ സെക്ഷൻ 147 പ്രകാരം തടവോ പിഴയോ ലഭിക്കാം. മറ്റൊരു വീഡിയോ കൂടി വൈറലായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ വൈറലാകാൻ അപകട റീൽസ് എടുത്ത കൗമാരക്കാരനാണ് മറ്റൊരു അപകടം സംഭവിച്ചത്. സമൂഹമാധ്യമമായ എക്സിലാണ് ഇതിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നത്. അതായത് വായിൽ മണ്ണെണ്ണ നിറച്ച ശേഷം ലൈറ്റർ കത്തിച്ച് അതിലേക്ക് തുപ്പി തീനാളങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതായിരുന്നു. എന്നാൽ മണ്ണെണ്ണ പുറത്തേക്ക് തുപ്പിയതും തീ പടർന്ന് കുട്ടിയുടെ മുഖത്തടക്കം അത് പടർന്നു പിടിച്ചു. ഇതോടെ സാരമായി പൊള്ളലേറ്റ കുട്ടി നിലവിളിച്ചോടുന്നതും വീഡിയോയിൽ കാണാം. ഉടൻ തന്നെ ചുറ്റും കൂടി നിന്നവർ ഇടപെട്ട് തീ അണയ്ക്കുകയും കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. റീലുണ്ടാക്കൽ ഭ്രാന്ത് ലോകമെങ്ങും തുടരുകയാണ്. ആദ്യമൊക്കെ ആളുകൾ ട്രെയിനിന് മുന്നിലും റോഡിലും പാലങ്ങളിലും ഒക്കെയാണ് റീൽസ് എടുത്ത് ജീവൻ അപകടത്തിലാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ തീക്കളിയാണ്. കുട്ടികൾ വരെ ഇതിന് അടിമകളാണ്. ഈ കുട്ടിയെ നോക്കൂ, അവൻ്റെ മുഖത്താണ് തീ പിടിച്ചിരിക്കുന്നത്. ഒരു ദിവസം കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ മാഞ്ഞു പോകുന്നതാണോ ഇത് എന്ന് ചിന്തിക്കണം. ജീവിതകാലം മുഴുവൻ ഇതുമായി നടക്കണം. ഇത് കണ്ടന്റ് അല്ല, അസംബന്ധമാണ് എന്ന് നമുക്ക് പറയാം. ജീവിതകാലം മുഴുവൻ അതിന് വില കൊടുക്കേണ്ടി വരും. സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ പ്രത്യക്ഷപ്പെടുമ്പോൾ നിരവധി ആളുകളാണ് ഇതിന് താഴെ കമൻറ്റ് ചെയ്യുന്നത്. അതേസമയം ഇത് എവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇതെന്നോ കുട്ടിയുടെ സ്ഥിതി എന്തായെന്നോ വിവരങ്ങളില്ല. ഇതാദ്യമായല്ല ഇത്തരത്തിൽ കൗമാരക്കാർ അപകടത്തിൽ പെടുന്നത്. സമാനമായി ഫയർ സ്റ്റണ്ട് കാണിച്ച് സെപ്റ്റംബർ ഒഡീഷയിലെ ഒരു 14-കാരി ആശുപത്രിയിലായിരുന്നു. ഓഗസ്റ്റ് US-ൽ 12-കാരൻ്റെ വായിൽ മദ്യം നിറച്ച് തീയിലേക്ക് തുപ്പിയും പൊള്ളലേറ്റ് വാങ്ങി ഓടുന്ന വണ്ടിയിൽ ചാടി കയറുക, അപകടകരമായി യാത്ര ചെയ്യുക, അപകട സാധ്യതയേറെ സ്ഥലത്തെത്തി റീൽസ് എടുത്ത് അപകടത്തിൽപ്പെടുക, ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാൻ കൗമാരക്കാർ കുറച്ചു കാലമായി ചെയ്തു വരുന്ന വലിയ തരത്തിൽ ബോധവൽക്കരണം സ്കൂളുകളിലൂടെയും മറ്റും നൽകിയില്ലെങ്കിൽ അത് ഫലവത്താകാൻ ഇനിയും സമയമെടുത്തേക്കുമെന്നാണ് അത്തരത്തിലുള്ളൊരു ആശങ്കയാണ് വിദഗ്ധരടക്കം പ്രകടിപ്പിക്കുന്നത്. കാരണം ഇന്ന് ഇത്തരത്തിലുള്ള വീഡിയോ കണ്ടന്റുകൾ പ്രചരിക്കുമ്പോൾ 2 കാര്യമുണ്ട്. ഒന്ന്, ഇത് എടുക്കുന്ന ആളുകൾക്കും അപകടം സംഭവിക്കാനുള്ള സാധ്യത ഇവിടെ 100%. മാത്രമല്ല ഈ കണ്ടന്റുകളൊക്കെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന വ്യക്തി മരിച്ചാൽ ഈ കണ്ടന്റുകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകും. പലരും അത് കാണാൻ ഇടയുണ്ട്. ആ കാണാൻ ഇടയുള്ള ആളുകളിൽ കുട്ടികളും പെടുന്നുണ്ട്. അതാണ് മറ്റൊരു കാര്യം. കാരണം ഇന്ന് കുട്ടികൾക്കൊക്കെ തന്നെ മൊബൈൽ ഫോൺ അതിൻ്റെ ഒരു ലഭ്യത വളരെ കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് കുട്ടികളും ഇത് കാണാനുണ്ട്. ഒരുപക്ഷെ അവർക്ക് ഇതിന് പിന്നിലുള്ള അപകടം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ അവർ ഇത് അനുകരിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പലപ്പോഴും പല ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ വല്ലതും കാണുമ്പോൾ പലരും അതിന് താഴെ എഴുതി കാണിക്കാറുണ്ട്, കുട്ടികളോ മറ്റാരെങ്കിലും ഇത് അനുകരിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് എന്നുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള റീൽസുകളിലൊന്നും തന്നെ അങ്ങനത്തിലുള്ള യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പുകളോ ഒന്നും തന്നെ നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇത് രക്ഷിതാക്കൾ കാണാതെ അവർ അത് ചെയ്യാൻ ശ്രമിക്കുകയും അതും കൂടി കണ്ട് അവരും കൂടി അപകടത്തിലാകുന്ന വാർത്ത ധാരാളമായിട്ട് അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഇവിടെ ഏറുകയാണ്. ഈ സോഷ്യൽ മീഡിയ ഇന്ന് വളരെ അത്രയേറെ ആളുകൾക്ക് ഉപയോഗമുള്ള സാധനമാണ്. കാരണം ഇന്ന് എല്ലാ ആവശ്യത്തിനും സോഷ്യൽ മീഡിയയെ നമ്മൾ ആശ്രയിക്കുന്നു. പലതരത്തിലുള്ള ആളുകളുടെ വിശേഷങ്ങളും വാർത്തകളൊക്കെ തന്നെ വളരെ വേഗത്തിലാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ അപ്പുറത്ത് ഇതിന് വലിയൊരു ചതിക്കുഴി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കാതെ ഒരിക്കലും പോകരുത്. ഇപ്പോൾ ഇത്തരത്തിൽ റീൽസ് ചിത്രീകരണത്തിനിടയിൽ അപകടത്തിൽപ്പെടുന്നത് ചെറിയ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരടക്കമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം. സാധാരണ എല്ലാവരും പറയും മുതിർന്നവരല്ലേ ഇതൊക്കെ തിരുത്തി കൊടുക്കേണ്ടത്. പക്ഷേ യുവാക്കളും ഇത്തരത്തിൽ കുറച്ച് റീച്ചിന് വേണ്ടിയിട്ട്, കുറച്ച് ആളുകൾ ഇത് കാണാൻ വേണ്ടിയിട്ടോ, കുറച്ച് ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ എന്തോ ആയിക്കോട്ടെ, ഒരു കൈ പോയാലോ കാല് പോയാലോ സ്വന്തം ജീവൻ പോയാലോ കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്.